ഇതിപ്പോൾ ഒരു തിയറാണ്. തിയറം 2. അതിനു മുമ്പ് 2 വേരിയബിൾ ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കണം. അതായത് നമ്മൾക്ക് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് എക്സും വൈയും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ സം ലിമിറ്റ് എൽ ആണെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾക്ക് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതിന്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്താണ്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that 0 less than mod x minus c less than delta implies mod f of x minus l less than epsilon. ഇതാണ് ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിളിന്റെ കേസ്. ഇപ്പൊ നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ കാര്യം പഠിച്ചായിരുന്നു. ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് z ഈക്വൽ ടു ഇതെല്ലാം തന്നെ എഴുതാം. നമ്മൾ w നോട്ടാണ് എഴുതിയത്. ഈക്വൽ ടു എൽ if and only if for every epsilon greater than 0 there exists delta greater than 0 such that 0 less than mod z minus z naught less than delta implies mod f of z minus l less than epsilon. അപ്പോൾ ഇതേ ഒരു പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടിലും എപ്സിലോണും ഡെൽറ്റയും സെയിം ആണ് അല്ലേ? അപ്പൊ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഇവിടെ എന്താ വരുന്നേ? ഇവിടെ മോഡ് എക്സ് മൈനസ് സി ആണ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് സി. അതാണ് ഇവിടെ എഴുതിയത്. ഇവിടെയും മോഡ് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ആണ്. അപ്പൊ ഇവിടെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇസെഡ് ആൻഡ് ഇസെഡ് നോട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ ഇസെഡ് നോട്ടിലേക്ക് ടെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് മോഡ് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് എടുത്തത്. ഇവിടെ എക്സ് സിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് മോഡ് എക്സ് മൈനസ് സി എടുത്തത്. ഇവിടെ ഏത് ക്വാണ്ടിറ്റി ആണ് ടെൻഡ് ചെയ്യുന്നത്? ഇവിടെ എക്സ് വൈ എന്നുള്ള ടേം എക്സ് നോട്ട് വൈ നോട്ടിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ എടുക്കേണ്ട മോഡുലസ് എന്താ? അപ്പൊ എടുക്കേണ്ടത് മോഡ് എക്സ് വൈ മൈനസ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് അല്ലെ? അതായത് ആക്ച്വലി ഇത് എന്താണ്? ഇത് ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, അപ്പൊ ഒരു പ്ലെയിനിലെ രണ്ട് പോയിന്റ്സ് ആയിട്ടുള്ള എക്സ് വൈയും എക്സ് നോട്ട് വൈ നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ വരേണ്ടത്, ഈ പ്ലേസിൽ വരണ്ടേ. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇസെഡ് ആൻഡ് ഇസെഡ് നോട്ട് വന്നു. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് സി വന്നു. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് വേണം വരാൻ. അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം അല്ലെ? അറിയാലോ, x1 y1 x2 y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല എന്താ? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ആ ഫോർമുല ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട്. ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം അല്ലേ? ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് ഫംഗ്ഷൻ മൈനസ് ലിമിറ്റ് അല്ലെ? അപ്പൊ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ മൈനസ് ലിമിറ്റ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ്
ടു വേരിയബിളിന്റെ കേസ് വരുമ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഫോർ എവരി എപ്സിലോൺ ദർ എക്സസ് ഡെൽറ്റ സച്ച് ദാറ്റ് ഈ മോഡ് മാറിയത് എന്താവും? 0 ലെസ് ദാൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ എന്ന് വരും. ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഈ കാര്യം നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈയും ഇസഡ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് അപ്പൊ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് നോട്ട് മൈനസ് ഐ വൈ നോട്ട്. അതായത് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് അല്ലേ? അപ്പൊ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താ? റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ. ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ ആക്ച്വലി മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ന് വെച്ചാല് അത് ആക്ച്വലി റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി തിയറം പറയുന്നത് വെച്ചാല് എഫ് ഓഫ് ഇസഡിനെ യു പ്ലസ് ഐ വി എന്ന് എഴുതി. ഇതിൽ ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ആണ്. അതുപോലെ ഇസഡ് നോട്ട് എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് ആണ്. ഡബ്ല്യു നോട്ട് യു നോട്ട് പ്ലസ് ഐ വി നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട് ആൻഡ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വി നോട്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് എന്ന് എഴുതി. ഓക്കെ, അപ്പോ ഈ എഫ് ഓഫ് ഇസഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് യു പ്ലസ് ഐ വി എന്നുള്ള ഫോമിലേക്ക് മാറ്റാമല്ലോ. ഇതിനെ നമുക്ക് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ ഇത് എഴുതിയിട്ടുള്ളത്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. ഇനി ഡബ്ല്യു നോട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ? ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പൊ ഡബ്ല്യുവിനെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോം ആയിട്ടുള്ള യു നോട്ട് പ്ലസ് ഐ വി നോട്ട് എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയത്. ഡബ്ല്യു നോട്ട് ഈക്വൽ ടു യു നോട്ട് പ്ലസ് ഐ വി നോട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിനെ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. അതുപോലെ ഇസഡ് നോട്ടും ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് എന്ന് എഴുതാം. അതാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുള്ളത്. തിയറം പറയുന്നത് എന്താ? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് കൺസിഡർ ചെയ്യുക. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്താണെന്നുള്ളത് പറഞ്ഞായിരുന്നു. യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. അങ്ങനെ എഴുതിയാലോ. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. ഓക്കെ, ഇവിടെ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് വി ഓഫ് എക്സ് വൈ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് വി ഓഫ് എക്സ് വൈ എന്നാണ്. ഓക്കെ, അപ്പോ ഇതിനെയാണ്, ഈ ക്വാണ്ടിറ്റീനെയാണ് ഇവിടെ യു നോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത് അല്ലേ? ഓക്കെ, ഇത് നോക്കുക. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എന്നാക്കി. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇപ്പോ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് ഇങ്ങനെ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ.
ഇപ്പൊ യു ഓഫ് എക്സ് എന്നുള്ളത് ആക്ച്വലി റിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതില് കോംപ്ലക്സ് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് റിയൽ കേസിലേക്ക് വരുമ്പോൾ എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ യു നോട്ട് എന്ന് എഴുതിയത്. ഇത് ആക്ച്വലി യു നോട്ട് ആയിട്ട് മാറും, പ്ലസ് ഐ ഇൻറ്റു ഇത് വി നോട്ട് ആയിട്ട് മാറും. പക്ഷെ യു നോട്ട് പ്ലസ് ഐ വി നോട്ട് എന്താണ്? ഡബ്ല്യു നോട്ട് ആണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഈ ലിമിറ്റ് വാല്യൂ ഡബ്ല്യു നോട്ട് ആവുന്നത് എപ്പോ മാത്രമാണ്? ലിമിറ്റ് z tends to z naught f of z equal to w naught if and only if റിയൽ പാർട്ടിന്റെ വാല്യൂ യു നോട്ടും ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ് വി നോട്ടും ആവുമ്പോൾ മാത്രമാണ്. ഓക്കെ, അതായത് ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ഡബ്ല്യു നോട്ട്. ഡബ്ല്യു നോട്ട് എന്ന് വെച്ചാൽ യു നോട്ട് പ്ലസ് ഐ വി നോട്ട്. അപ്പൊ ഈ ഫംഗ്ഷന് ഈ കോംപ്ലക്സ് ലിമിറ്റ് വരണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പറയുന്നത്. നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കണ്ടീഷൻ? യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ്, അതായത് ഈ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ടാണ് യു ഓഫ് എക്സ് വൈ. അപ്പൊ യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് എന്ത് വരണം? ഈ കോംപ്ലക്സ് ലിമിറ്റിന്റെ റിയൽ പാർട്ടായിട്ടുള്ള യു നോട്ട് വരണം. അതുപോലെ തന്നെ വി ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് എന്ത് വരണം? ഈ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള ഡബ്ല്യു നോട്ട് അല്ലെങ്കിൽ യു നോട്ട് പ്ലസ് ഐ വി നോട്ടിന്റെ ഇമാജിനറി പാർട്ടായിട്ടുള്ള വി നോട്ടും വരണം. അതാണ് ഒരു കണ്ടീഷൻ പറയുന്നത്. So limit z tends to z naught f of z equal to w naught if and only if limit u of xy equal to u naught and limit v of xy equal to v naught. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമുക്ക് എന്ത് എഴുതാം? ഈ ലിമിറ്റ് z tends to z naught f of z, അതായത് u of xy plus I into v of xy നെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് u of xy plus I into ലിമിറ്റ് v of xy എന്ന് എഴുതാമെന്നാണ് ഈ തിയറം ആക്ച്വലി പറയുന്നത്. ഇവിടെ ലിമിറ്റ് വരുമ്പോൾ ഇത് ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് റിയൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് z tends to z നോട്ട് എന്നല്ല എഴുതേണ്ടത്, xy tends to x നോട്ട് y നോട്ട് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ ഇവിടെയും xy tends to x നോട്ട് y നോട്ട് എന്ന് എഴുതണം. അപ്പൊ അതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ തിയറത്തിലേക്ക് വന്നാല് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് z tends to z നോട്ട് f of z equal to w നോട്ട് if and only if limit u of xy equal to u നോട്ട് and limit v of xy equal to v നോട്ട്. അപ്പൊ രണ്ട് കേസ് അല്ലെ, ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ഇത് അസ്യൂം ചെയ്യുക, എന്നിട്ട് ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെന്ന് കാണിക്കുക. അതുപോലെ കോൺവേഴ്സ്ലി ഇത് രണ്ടും അസ്യൂം ചെയ്യുക, എന്നിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആവുമെന്ന് കാണിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ലിമിറ്റ് z tends to z നോട്ട് f of z ഈക്വൽ ടു w നോട്ട് എന്ന് അസ്യൂം ചെയ്യുക. അതാ എഴുതിയിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ലിമിറ്റ് f of z ഈക്വൽ ടു w നോട്ട് എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, നമ്മളുടെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ റീകോൾ ചെയ്യുക. ലിമിറ്റിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? For every epsilon greater than 0, there exists delta greater than 0 such that 0 less than mod z minus z naught less than delta implies mod f of z minus w naught less than epsilon. ആ ഡെഫിനിഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് എഴുതാം? there exist, ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് there exist delta greater than 0 such that 0 less than mod z minus z naught less than delta implies mod f of z minus w naught less than epsilon. ഇങ്ങനെ എഴുതി. ഇനി ഈ സംഭവം തന്നെ ഇങ്ങോട്ടെടുത്ത് എഴുതിയിട്ടുള്ളതാണ്. ഇത് തന്നെ ഇങ്ങോട്ടെടുത്ത് എഴുതി. ഓക്കെ, ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? 0 ലെസ് ദാൻ z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഈ കണ്ടീഷൻ അല്ലെ. അപ്പൊ ഇതില് എഫ് ഓഫ് z എന്താണ്? തിയറത്തിൽ പറയുന്നുണ്ട് എഫ് ഓഫ് z u ഓഫ്
എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണ്. ഇവിടെ എഫ് ഓഫ് ഇസറ്റിന് പകരം യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എഴുതി. അതുപോലെ ഡബ്ല്യു നോട്ടിന്റെ വാല്യൂ യു നോട്ട് പ്ലസ് ഐ വി നോട്ട് ആണ്. അപ്പൊ അതും മാറ്റി എഴുതുക. ഡബ്ല്യു നോട്ടിന് പകരം യു നോട്ട് പ്ലസ് ഐ വി നോട്ട് എഴുതുക, ലെസ് ദാൻ എപ്സിലോൺ. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എങ്ങനെ? യു നോട്ടും ഇവിടെ യു ഓഫ് എക്സ് വൈയും മൈനസ് യു നോട്ടും ഒരുമിച്ച് എഴുതുക. അതുപോലെ തന്നെ ഐ കോമൺ ആയി എടുത്തുകൊണ്ട് വി ഓഫ് എക്സ് വൈയും മൈനസ് സൈൻ പുറത്തുണ്ട്, അപ്പൊ മൈനസ് വി നോട്ടും ഒരുമിച്ച് എഴുതുക. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഐഡന്റിറ്റി ഇവിടെ അപ്ലൈ ചെയ്തു. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് നമ്മൾക്ക് കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതില് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടാണ് അല്ലെ, റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ്. വൈ എന്ന് വെച്ചാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസെറ്റ്. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഈ റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഏത് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എടുത്ത് അതിന്റെ മോഡുലസ് എടുത്താൽ ആ മോഡുലസ് എപ്പോഴും ആ ഒറിജിനൽ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിനേക്കാളും ചെറുതായിരിക്കും. അതായത് മോഡ് റിയൽ പാർട്ട് ഓഫ് ഇസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസെറ്റ്. അപ്പൊ മോഡ് ഇസെറ്റിനേക്കാളും ചെറുതായിരിക്കും റിയൽ പാർട്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, ഇസെറ്റിന്റെ അബ്സല്യൂട്ട് വാല്യൂനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും ഇസെറ്റിന്റെ റിയൽ പാർട്ടിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് നമുക്ക് എഴുതാം. ഇമാജിനറി പാർട്ട് ഓഫ് ഇസെറ്റ് അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസെറ്റ്. ഈ ഒരു കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ ഇവിടെ റിയൽ പാർട്ട് എന്താണ്? യു ഓഫ് എക്സ് വൈ പ്ലസ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ആണ് ഇവിടുത്തെ റിയൽ പാർട്ട്. അപ്പൊ ഈ റിയൽ പാർട്ട് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഹോൾ കോംപ്ലക്സ് നമ്പർ. ഇത് കോംപ്ലക്സ് നമ്പർ ആണല്ലോ ഐ ഉള്ളത്. അപ്പോൾ ഈ കോംപ്ലക്സ് ക്വാണ്ടിറ്റിയുടെ റിയൽ പാർട്ടാണ് ഇത്. ഇതിന്റെ മോഡുലസ് ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ടിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഹോൾ കോംപ്ലക്സ് നമ്പർ, ഒറിജിനൽ കോംപ്ലക്സ് നമ്പർ. ഇതിങ്ങനെ തന്നെ ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഇങ്ങനെ എഴുതിയത്. അതുപോലെ തന്നെ ഇതിന്റെ ഇമാജിനറി പാർട്ട് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് ആണ്. അപ്പോൾ മോഡ് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഓഫ് എക്സ് വൈ മോഡ് ആ ഹോൾ കോംപ്ലക്സ് നമ്പർ എഴുതുക. ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് കിട്ടി. സോ നമ്മൾ ഈ 0 ലെസ് ദാൻ മോഡ് ഇസെറ്റ് മൈനസ് ഇസെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള ഈ കണ്ടീഷൻ ഇപ്പൊ എന്തൊക്കെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട്? മോഡ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എങ്ങനെ ഇംപ്ലൈ ചെയ്തു? നമുക്കറിയാം ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? മോഡ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ ഇത്, പക്ഷെ ഇത് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോ ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മോഡ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. അതുപോലെ തന്നെ ഇവിടെ വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് ലെസ് ദാൻ ഈ ക്വാണ്ടിറ്റി, ഇത് പക്ഷെ ലെസ് ദാൻ എപ്സിലോൺ ആണ് ഇവിടെ നിന്ന് നമുക്കറിയാം. അപ്പോൾ മോഡ് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 0 ലെസ് ദാൻ മോഡ് ഇസെറ്റ് മൈനസ് ഇസെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഈ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ മോഡ് ഇസെറ്റ് മൈനസ് ഇസെറ്റ് നോട്ടിന് നമുക്ക് റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാമെന്ന്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഇസെറ്റ് എക്സ് പ്ലസ് ഐ വൈയും ഇസെറ്റ് നോട്ട് എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ടും ആണെന്ന് തീർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് എന്ന് വരും. എന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ മോഡ് ഇസെറ്റ് മൈനസ് ഇസെറ്റ് നോട്ടിന് പകരം റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്. അത് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഈ രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 0 ലെസ് ദാൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ
plus y minus y naught whole square less than delta implies mod u of xy minus u naught less than epsilon. ഇത് ആക്ച്വലി ടു വേരിയബിൾ ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നല്ലോ ലിമിറ്റ്. ഫസ്റ്റ് നോക്കിയായിരുന്നു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട് എന്നിടുന്നതിന് ഇക്വലന്റ് ആണ് ഇത്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട്, അതാണ് ഈ എഴുതിയിട്ടുള്ള റൂട്ട് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് എഴുതിയാണ് ഇത്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈക്ക് പകരം യു ഓഫ് എക്സ് വൈ വന്നു, എല്ലിന് പകരം യു നോട്ട് വന്നു. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്, ഈ ഇത്രയും കണ്ടീഷനിൽ നമുക്ക് എന്ത് എഴുതാം, യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് യു നോട്ട് ആണെന്ന് എഴുതാം. അതാണ് ഇവിടെ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു ഇസെഡ് നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട് എന്ന് എഴുതിയത്. ആക്ച്വലി ഇസെഡ് ടെൻസ് ടു ഇസെഡ് നോട്ട് എന്നല്ല എഴുതേണ്ടത്, പകരം എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എന്നാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് യു ഓഫ് എക്സ് വൈ എന്നുള്ളത് ഇപ്പോൾ ഒരു റിയൽ ഫംഗ്ഷൻ മാത്രമാണ്, കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 0 ലെസ് ദാൻ മോഡ് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ ഡെൽറ്റക്ക് പകരം ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ കണ്ടീഷൻ ഇംപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ, 0 ലെസ് ദാൻ മോഡ് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് മോഡ് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ അതിൽ നമുക്ക് എഴുതാം വി ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് വി നോട്ട് ആണെന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വി നോട്ട്. അപ്പൊ ഇത് രണ്ടുമായിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെ. ഇവിടെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഡബ്ല്യു നോട്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് എന്താ പ്രൂവ് ചെയ്യണം, ലിമിറ്റ് യു ഓഫ് എക്സ് വൈ യു നോട്ട് എന്നും പ്രൂവ് ചെയ്യണം, ലിമിറ്റ് വി ഓഫ് എക്സ് വൈ വി നോട്ട് എന്നും പ്രൂവ് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇപ്പൊ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി കോൺവേഴ്സ്ലി എന്ത് ചെയ്യണം, ഈ രണ്ട് ലിമിറ്റ് യു നോട്ടും വി നോട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ലിമിറ്റ് യു ഓഫ് എക്സ് വൈ യു നോട്ട് ആണെന്നും ലിമിറ്റ് വി ഓഫ് എക്സ് വൈ വി നോട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം, ലിമിറ്റ് എഫ് ഓഫ് ഇസെഡ് ഡബ്ല്യു നോട്ട് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക, ലിമിറ്റ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട്. അപ്പോ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 1 ഉണ്ടാവും, സച്ച് ദാറ്റ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ടു വേരിയബിൾ ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ വേണം ഉപയോഗിക്കാൻ. അതാണ് 0 ലെസ് ദാൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട്. അതാണ് റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ 1 ഇംപ്ലൈസ് ഫംഗ്ഷൻ മൈനസ് ലിമിറ്റ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതുപോലെ തന്നെ ലിമിറ്റ് വി ഓഫ് എക്സ് വൈ വി നോട്ട് ആയതുകൊണ്ട് ഈ എപ്സിലോണ് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 2 ഉണ്ടാവും, such that 0 less than root of x minus x naught whole square plus y minus y naught whole square less than delta 2 implies v of xy minus v naught less than epsilon by 2. ഇവിടെ epsilon by 2 ആദ്യം എഴുതേണ്ട ആവശ്യമില്ല, ലെസ് ദാൻ എപ്സിലോൺ എഴുതിയാൽ മതി. പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എപ്സിലോൺ ബൈ 2 എന്ന് ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് രണ്ട് ഡെൽറ്റാസ് കിട്ടി, ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം കിട്ടി. ഈ രണ്ട് കണ്ടീഷൻസ് അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യിക്കണമെങ്കിൽ ഈ രണ്ട് ഡെൽറ്റയുടെ മിനിമം ഡെൽറ്റ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഡെൽറ്റ ആയിട്ട് മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഏതാണ് ചെറുത്, അതാണ് ഡെൽറ്റ ആയിട്ട് എടുത്തത്. അപ്പോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്, പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് z ഈക്വൽ ടു ഡബ്ല്യു നോട്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് z മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ. 0 ലെസ് ദാൻ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് z മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അസ്യൂം ചെയ്യുക.
ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഇംപ്ലൈ ചെയ്യുന്ന കാണിക്കേണ്ടത്. അപ്പൊ ഇത് ട്രൂ ആണ് അസ്യൂം ചെയ്യുക. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണ് അസ്യൂം ചെയ്തു. പക്ഷെ ഡെൽറ്റ മിനിമം വാല്യൂ ആണ്, ഡെൽറ്റ 1 ഡെൽറ്റ 2 ഉണ്ട്. അപ്പോൾ ഈ ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ 1 ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ 2 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 2 എന്ന് എഴുതാം. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 എന്ന് കിട്ടി. 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 2 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് കോംപ്ലക്സ് ഫോമിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ഫോമിലേക്ക് മാറ്റാം അല്ലെ. ഇസഡിന്റെ വാല്യൂ എക്സ് പ്ലസ് ഐ വൈയും ഇസഡ് നോട്ടിന്റെ വാല്യൂ എക്സ് നോട്ട് പ്ലസ് ഐ നോട്ടും ആയതുകൊണ്ട് ഇതിന് നമുക്ക് റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതും. അതുപോലെ തന്നെ ഇവിടെ മാറ്റി എഴുതി. ഇത് ലെസ് ദാൻ ഡെൽറ്റ 1 ഇത് ലെസ് ദാൻ ഡെൽറ്റ 2 എന്ന് കിട്ടി. പക്ഷെ നമ്മളുടെ ഇവിടെ നോക്കിയേ, 0 ലെസ് ദാൻ റൂട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അത് എന്ത് ഇംപ്ലൈ ചെയ്യും? യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ഇംപ്ലൈ ചെയ്യും. അതാണ് ഇത് എഴുതിയത്. ഈ കണ്ടീഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടീഷൻ ഇത് ഇംപ്ലൈ ചെയ്യും ഇവിടെ നിന്ന്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി. അതുപോലെ തന്നെ ഇവിടെ 0 ലെസ് ദാൻ റൂട്ട് ഓഫ് ഇത് ലെസ് ദാൻ ഡെൽറ്റ 2 അത് എന്ത് ഇംപ്ലൈ ചെയ്യും? മോഡ് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് ഇംപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഇത് എഴുതി. ഈ കണ്ടീഷൻ ഇത് ഇംപ്ലൈ ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻസ് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇത് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം അല്ലെ. മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം. അതായത് മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ഡബ്ല്യു നോട്ടിനെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് ഈ ക്വാണ്ടിറ്റി സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ഡബ്ല്യു നോട്ട് എടുത്തത്. ഓക്കെ, ഇനി ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്താണ്? യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ തീർത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഡബ്ല്യു നോട്ട് എന്താണ്? യു നോട്ട് പ്ലസ് ഐ വി നോട്ട് അങ്ങനെ എഴുതി. ഇനി റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുക, ഇമാജിനറി പാർട്ട് വേറെ എഴുതുക. അപ്പോൾ യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് എന്ന് കിട്ടും. ഇനി ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് പ്ലസ് മോഡ് ഐ 1 ആണ്, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. മോഡ് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട് എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് പ്ലസ് വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ട്. പക്ഷേ യു ഓഫ് എക്സ് വൈ മൈനസ് യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതുപോലെ വി ഓഫ് എക്സ് വൈ മൈനസ് വി നോട്ടും ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതുക, ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതുക. അപ്പൊ രണ്ട് എപ്സിലോൺ ഇവിടെ വന്നു. നമുക്ക് ലാസ്റ്റ് എപ്സിലോൺ എന്ന് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ എപ്സിലോൺ ബൈ ടു എന്ന് ഇവിടെയും മാറ്റി എഴുതിയത്. ഓക്കെ, ലാസ്റ്റ് എപ്സിലോൺ മാറ്റി എപ്സിലോൺ ബൈ 2 എന്ന് ആക്കിയാൽ മതി. അതൊക്കെ കിട്ടി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്തത്? മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ഡബ്ല്യു നോട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ക്വാണ്ടിറ്റി നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചു. അതായത് നമ്മളെടുത്ത ഏത് എപ്സിലോൺ ആണെങ്കിലും ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റി. മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 സച്ച് ദാറ്റ് നമ്മളെ അസംഷൻ ആയിരുന്നു ഇത്. ഇത് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് അസ്യൂം ചെയ്തുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തു. അപ്പൊ അത് നമ്മളുടെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ ഇതോടെ പ്രൂവ് ആയി. അപ്പൊ ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് ഡെൽറ്റ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. ഇതിന്റെ അർത്ഥം ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. അതോടെ ഈ തിയറം കംപ്ലീറ്റ് ആയി. റിമാർക്കായിട്ട് പറയുന്നത്, ഈ തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആണെങ്കിൽ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ടിന്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ടിന്റെ റിയൽ പാർട്ട് ആയിരിക്കും എന്നാ പറയുന്നത് അല്ലെ. എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ട് ആക്ച്വലി എന്താണ്? യു ഓഫ് എക്സ് വൈ ആണ്. അതിന്റെ ലിമിറ്റ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഡബ്ല്യു നോട്ട്. ഡബ്ല്യു നോട്ട് എന്ന് വെച്ചാൽ യു നോട്ട് പ്ലസ് ഐ വി നോട്ട്. അതിന്റെ റിയൽ പാർട്ട് യു നോട്ട്.
അതായത് ലിമിറ്റ് ഓഫ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട്, അതല്ല ആക്ച്വലി തിയറം പറയുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ്, ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് വി ഓഫ് എക്സ് വൈ ആണ്, അതിന്റെ ലിമിറ്റ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് ഡബ്ല്യു നോട്ട്, അതായത് വി നോട്ട് ആണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞു.